സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. സാന്ത്വന സാജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സാന്ത്വന, മഴ മുന്നറിയിപ്പുകൾ എങ്ങനെ? രേഷ്മ, സംസ്ഥാനത്ത് നാളെ വരെ അതിശക്തമായ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ 3 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വയനാടും കണ്ണൂരും രാവിലെ മുതൽക്ക് തന്നെ ഓറഞ്ച് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യ ഗുജറാത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തന്നെ വീശുന്നുണ്ട്. ഇവയുടെയൊക്കെ ഒരു സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ വരെയാണ് ഇപ്പോൾ നിലവിൽ അലർട്ടുകൾ പ്രകാരമുള്ളത്. വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് നിലവിൽ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും നാളെ വരെയാണ് മഴ ഉണ്ട് എന്ന് ഇപ്പോൾ അലർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. നാളെ ഇപ്പോൾ 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മുന്നറിയിപ്പ് നാളെ വരെ ഉള്ളുവെങ്കിലും ഇന്ന് സംസ്ഥാനത്തുടനീളം മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ അലർട്ടുകൾ ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും കൊല്ലം ജില്ലയിലാണെങ്കിൽ രാവിലെ മുതൽക്ക് തന്നെ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. അതുപോലെ മലയോര മേഖലകളിലും തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളും പ്രത്യേകമായി ജാഗ്രത പുലർത്തണമെന്നും പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി മഴയാണ്. അതുപോലെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പാണ് രശ്മ പുറത്തുവരുന്നത്.